പ്രേക്ഷകരെ, പുതുവത്സരം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ 2025 ഈ ദിവസം ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ഈ മണിക്കൂറിൽ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ വശങ്ങൾ നൽകാനായി ചേരുകയാണ്. TV പ്രസാദ്, PR സുനിൽ, VS രഞ്ജിത്ത്, ഹരിമോഹൻ, ശരത് എസ്, റഹീസ് റഷീദ്, നോബൽ മാരിക്കാരൻ, സജോ ദേവസ്യ എന്നീ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. നമ്മൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉന്നതരാണ് ഇപ്പോൾ ചോദ്യമുനയിലുള്ളത്. അവരുടെ ഉത്തരങ്ങളാണ് വളരെ നിർണായകമായി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്: ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലാണ് അന്വേഷണം. കഴക്കൂട്ടത്തെ സ്പോൺസർഷിപ്പ് റഡാറിലാണ്. പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ വീടുകൾ നിർമ്മിച്ചെന്നാണ് കണ്ടെത്തൽ. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, ഉന്നതർ പറയുന്ന ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുകയാണ് മുൻ ദേവസ്വം മന്ത്രിയെയും മുൻ ദേവസ്വം പ്രസിഡന്റിനെയും. എന്താണ് വിശദാംശങ്ങൾ? റോഷ്നി, പ്രത്യേക ഘട്ടത്തിലൂടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുത്തു എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നത്. അന്ന് മൊഴിയെടുത്ത വിശദാംശങ്ങളും പിന്നീട് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് വീണ്ടും മൊഴിയെടുക്കാൻ, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കടകംപള്ളിക്ക് നേരെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നത് എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ കണ്ടു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന ഇപ്പോൾ ജയിലിൽ കഴിയുന്ന A. പത്മകുമാർ പറഞ്ഞത് ആദ്യം അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനായിരുന്നു എന്നാണ്. അന്നത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രൻ ഒരു സാധാരണ സ്പോൺസർ എന്നതിൽ ഉപരിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത സൗഹൃദമുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കഴക്കൂട്ടത്ത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി വീടുകൾ കൊടുത്തത് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ബന്ധം അന്നത്തെ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടോ എന്നീ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ A. പത്മകുമാറിന്റെ മൊഴിയുണ്ടായിരുന്നു. അതായത് സ്വർണം ചെമ്പാക്കി മാറ്റിയ അന്നത്തെ തീരുമാനത്തിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനായിരുന്നു എന്നാണ് A. പത്മകുമാറിന്റെ മൊഴി. A. പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം പിന്നീട് ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവസാന ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ കാണുന്ന ചിത്രങ്ങൾ ഒഴികെയുള്ള എന്തൊക്കെ ബന്ധങ്ങളാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചാണ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ PS പ്രശാന്തിൽ നിന്നും കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. 2025 ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ എന്തിനു കൊണ്ടുപോയി എന്നതിലടക്കം കൃത്യമായ വിശദീകരണം പ്രശാന്തിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്ന ഈ ഘട്ടം എന്നുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഏറെ നിർണായകമാവുകയാണ്. റോഷ്നി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.